ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ഇന്ന് 2 കിലോൻ്റെ 2 കേക്കും പിന്നെ ഒരു ബെൻഡോ കേക്കും കൊടുക്കാനുണ്ടായിരുന്നു. ആദ്യത്തേത് 2 kg സ്ക്വയറിൽ ഒരു മാംഗോ കേക്കായിരുന്നു. കേക്കിൻ്റെ മുകളിലായിട്ട് നമ്മൾ വൈറ്റ് ഗണേഷിൽ മാംഗോ എസൻസ് ആഡ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ സിമ്പിളായിട്ട് കുറച്ച് ചോക്ലേറ്റ് ഡെക്കറേഷൻ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അത് കേക്കിൻ്റെ സൈഡിലായിട്ട് നമ്മൾ കുത്തിവെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം 2 kg കേക്ക് ആയതുകൊണ്ട് കുറച്ച് വലിപ്പത്തിൽ തന്നെയാണ് ചോക്ലേറ്റ് കട്ട് ചെയ്തത്. ഇപ്പോൾ കേക്കിൽ വെച്ചപ്പോഴാണ് മനസ്സിലായത് സംഗതി കുറച്ച് വലിപ്പം കൂടിപ്പോയെന്ന്. പിന്നെ അത് ഒരുവിധം ചേരുന്നത് പോലെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുത്തു. നടുവിലായിട്ട് 2-3 ചോക്ലേറ്റ് സിഗരറ്റ് കൂടി വെച്ച് കൊടുത്തിട്ട് കേക്കിൻ്റെ ലുക്ക് ഫിനിഷ് ചെയ്തെടുക്കുന്നുണ്ട്. വളരെ സിമ്പിളായിട്ടാണ് നമ്മൾ ഈ ഒരു കേക്ക് ചെയ്തിട്ടുള്ളത്. പെട്ടെന്ന് വന്ന് ഓർഡർ ആയതുകൊണ്ട് തന്നെ അധികം ഡെക്കറേഷൻ ഒന്നും ചെയ്യാൻ നമുക്ക് സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. അടുത്തതായിട്ട് നമുക്ക് 2 kg തന്നെ റെക്റ്റാങ്കിളിൽ ഒരു കേക്ക് കൂടി ഉണ്ടായിരുന്നു. റെഡ് വെൽവെറ്റ് കേക്ക് ആയിരുന്നു. ഈ ഒരു കേക്ക് ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറിയുടെ കേക്ക് ആയിരുന്നു. പ്രത്യേകിച്ച് മോഡലൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. നമ്മുടെ ഇഷ്ടത്തിന് നോക്കിയിട്ട് ചെയ്തു എന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാനിവിടെ സൈഡിലായിട്ട് റെഡ് വെൽവെറ്റിൻ്റെ ക്രംസും മുകളിൽ വൈറ്റ് ചോക്ലേറ്റ് ഗണേശുമാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒരു കപ്പിൾസിൻ്റെ പ്രിന്റും പിന്നെ കുറച്ച് ഹാർട്ട് ഷേപ്പിലുള്ള പ്രിന്റും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഹാപ്പി വെഡിങ് ആനിവേഴ്സറി റൈറ്റിംഗ് കൂടി കൊടുത്തു കുറച്ച് ഷുഗർ ബീഡ്സും കൂടി ഇട്ട് കൊടുത്തിട്ട് ലുക്ക് ഫിനിഷ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ പിറ്റേന്നേക്ക് കൊടുക്കേണ്ട കേക്ക് നമ്മൾ ഓവനിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് രാത്രി ഒരു ബെൻഡോ കേക്ക് കൂടി കൊടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു കേക്ക് 4 ഇഞ്ച് ടിന്നിൽ ബേക്ക് ചെയ്തെടുത്തിട്ട് കേക്കിൻ്റെ ബോക്സിന് കണക്കായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഒരു കേക്കിന് പ്രത്യേകിച്ച് ഡിസൈൻ ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഞാൻ 1-2 ഫോട്ടോസ് കസ്റ്റമർക്ക് അങ്ങോട്ട് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കസ്റ്റമർക്ക് ഡിസൈനൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല. രാത്രി 12 മണിക്ക് മുറിക്കാൻ ഒരു ബെൻഡോ കേക്കും പിറ്റേ ദിവസം മുറിക്കാൻ ഒരു 1/2 kg നട്ടി ബബിൾസ് കേക്കും മാത്രം മതി, ഡിസൈനൊക്കെ നോക്കിയിട്ട് ചെയ്തോളൂ എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അയച്ചു കൊടുത്തിട്ടുള്ള ഫോട്ടോയിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഡിസൈനാണ് ചെയ്യുന്നത്. ഈ ബെൻഡോ കേക്ക് ആൾ കാണാനൊക്കെ ക്യൂട്ടാണെങ്കിലും ഇത് ചെയ്തെടുക്കാൻ കുറച്ച് പാടുണ്ട് കേട്ടോ. അതായത് വലിയ പാലറ്റ് നൈഫ് വെച്ചിട്ട് ക്രീമൊക്കെ അപ്ലൈ ചെയ്യാനും ഷാർപ്പ് എഡ്ജ് കിട്ടാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. നമുക്ക് വേറെ കേക്ക് ഓർഡർ ഒന്നും ഇല്ലാത്ത സമയത്ത് ഈ ഒരു കേക്കിൻ്റെ ഓർഡർ വന്നാൽ ഞാൻ പരമാവധി ഒഴിവാക്കാറാണ്. ആ ഓർഡർ എടുക്കാറില്ല. കാരണം വേറെ ഒന്നുമല്ല, നമ്മൾ വലിയ കേക്കിനായാലും ഈ ഒരു ചെറിയ കേക്കിനായാലും എടുക്കുന്ന ടൈമും കറണ്ടും കാര്യങ്ങളും ഒക്കെ സെയിം തന്നെയാണ് വരുന്നത്. ഈ ഒരു ചെറിയൊരു കേക്കിനായിട്ട് നമുക്ക് ഓവൻ 10-40 മിനിറ്റ് ഓവൻ ഓൺ ആക്കേണ്ടി വരും. പിന്നെ ഐസിങ്ങും ഡെക്കറേഷനൊക്കെ സെയിം ടൈം തന്നെയാണ് എടുക്കുന്നത്. അപ്പം ഞാൻ ഈ ഒരു ബെൻഡോ കേക്കിന് വാങ്ങിച്ചിട്ടുള്ളത് 200 രൂപയാണ്. അപ്പോൾ ഈ ബെൻഡോ കേക്കിൽ റൈറ്റിംഗ് കൊടുത്തപ്പോൾ എനിക്ക് ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീഡിയോ എടുക്കുന്ന സമയത്ത് അത് കണ്ടതുകൊണ്ട് ഞാനത് മാറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ, ബൈ ബൈ.